just for entertainment. That's all. Nothing to learn from anything. Not a political movie, just entertainment. ഇല്ല അങ്ങനെയൊന്നുമില്ല. പിള്ളേരെ സംബന്ധിച്ചോളം അടിപൊളിയാണ്. പിള്ളേർക്ക് വേണ്ടി മാത്രം എടുത്താണോ? ഇല്ല എന്നാലും പറയുക, പ്രായമുള്ളവർക്ക് അത്ര രസിക്കുകയില്ല. അടിപൊളി അടിപൊളി അടിപൊളി. കണ്ടം കാണാൻ കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ലാഗാണ്, സെക്കൻഡ് ഹാഫ് നെഗറ്റീവ് ധാരണ വരുന്നുണ്ടല്ലോ, അത്രയൊക്കെ കുഴപ്പമില്ല. കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവി. ബാക്കി കാര്യങ്ങളൊക്കെ വിജയുടെ ആക്ടിങ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ കുറച്ച് മേക്കിങ്ങിൻ്റെ അകത്തെ പ്രോബ്ലംസ് ഒക്കെ കുറച്ചുണ്ട്. നെഗറ്റീവ് വരുന്നുണ്ടല്ലോ, അത്രയൊക്കെ കുഴപ്പമില്ല. നെഗറ്റീവ് പറയാനായിട്ട് മാത്രം അങ്ങനെ പറയുന്നുണ്ട്. അപ്പം കണ്ടിട്ട് എങ്ങനെ തോന്നി? അത്രയ്ക്ക് അല്ല, എനിക്ക് കണ്ടിരിക്കാമെന്നുള്ള രീതിയിലാണ് തോന്നിയത്. എന്ന് വെച്ചാൽ വലിയൊരു അടിപൊളിയായിട്ടുള്ള പടം അല്ല, തീരെ മോശമല്ല എന്നുള്ളത്. മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അവസാനത്തെ കുറച്ച് കുഴപ്പമില്ല. നൈസ് പടമാണ്. പക്ഷേ ഞാൻ വിചാരിച്ചതിനാട്ടിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്ന വർക്കൗട്ട് ആകത്തില്ല, പക്ഷെ സാധനം നല്ല പടമാണ്. വിജയിന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടമാണ്. ക്ലാസിക് ഡയറക്ടറിൻ്റെ ടെംപ്ലേറ്റ് തന്നെ അത് കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് ആ നോർമൽ എക്സ്പെക്ടേഷനിലോട്ട് വന്നാൽ നൈസൊരു പടമാണ്. എല്ലാം അടിപൊളി. അല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് 3 മണിക്കൂർ എന്നൊക്കെ പറയുന്ന എല്ലാവരും പറയും ലാഗാണ്, പക്ഷെ അങ്ങനെയൊന്നുമില്ല. നല്ലൊരു പടം തന്നെയാണ്. നന്നായിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു. കുറച്ച് നെഗറ്റീവ് കേട്ടാണ് ഞാൻ വന്നത്, പക്ഷേ നെഗറ്റീവായിട്ട് പറയാൻ അത്ര ഒന്നുമില്ല. നല്ല സിനിമ തന്നെയാണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. അപരാധം എന്ന് പറഞ്ഞാൽ വിജയുടെ നല്ല ചെറുപ്പത്തിലൊരു ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് മുഖത്ത് അത്ര ഒരു ഒറിജിനാലിറ്റി തോന്നിയിട്ടില്ല. ബാക്കിയെല്ലാം സിനിമ നല്ലതാണ്, അടിപൊളിയാണ്. ഫാൻസിനൊക്കെ പറ്റിയതാണ്. അല്ല, എല്ലാവർക്കും പറ്റിയതാണ്. പിന്നെ വിജയ് ഹേറ്റേഴ്സിന് ഇതും കൊണ്ടാൽ അവർ കളിയൊക്കെ കൂടതേ ഉള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ നല്ല കട്ട വിജയ് ഫാനാണ്, അതുകൊണ്ട് പറയില്ല, കണ്ടിരിക്കാൻ നല്ല. നെഗറ്റീവായിട്ടൊന്നും എനിക്ക് പേഴ്സണലി എനിക്കൊന്നും ഫീൽ ആയിട്ടില്ല. എന്ത് കണ്ടിട്ടാണ് നെഗറ്റീവ് എന്ന് പറയുന്നതെന്ന് അറിയത്തില്ല. അതിനകത്ത് അത്രയ്ക്കൊന്നുമില്ല. പിന്നെ ആകപ്പാടെ എനിക്കൊരു ചെറിയ സങ്കടമായത് വിജയുടെ ഏജിങ്ങിൻ്റെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഇമ്പ്രൂവ് ആക്കണമായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. ഡാൻസ്, മ്യൂസിക് എല്ലാം പക്കയാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമില്ല. എൻ്റെ അഭിപ്രായത്തിൽ പടം കൊള്ളാം. വൺ ടൈം വാച്ച്. ഞാൻ വിജയ് ഫാനാണ്. ഞാൻ എല്ലാ പടങ്ങളും വിജയാണ് എല്ലാ പടങ്ങളും കാണുന്നത്. കുഴപ്പമില്ല, പ്രെഡിക്റ്റബിൾ സ്റ്റോറി ആയിരുന്നു. നെഗറ്റീവ് ചെയ്യും എല്ലാം കുഴപ്പമില്ല. കണ്ടിരിക്കും. എന്തൊക്കെ കാണിച്ചു എനിക്ക് മനസ്സിലായില്ല. ഒരു ട്വിസ്റ്റായിട്ട് എന്താ വെച്ചാൽ വിജയ് നമുക്കൊരു ഫാൻ ബോയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് ആണ് ചെയ്തത് അവസാനം. അല്ലാതെ പക്ഷെ അത് ഒരു വർക്കൗട്ട് ആയില്ല എന്നാണ് എൻ്റെ ഒരു VFX സ്റ്റേഡിയത്തിൽ വെച്ചുള്ള കുറച്ച് ഉണ്ടായിരുന്നു, പക്ഷെ അത് കുഴപ്പമില്ല. അത് ബഡ്ജറ്റൊക്കെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ ലാഗ് എന്നാണ്. പക്ഷേ സൂപ്പർ സിനിമ, പറയാതിരിക്കാൻ വയ്യ. അതിൽ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ സിനിമ സൂപ്പറാണ്. അതെ, മനഃപൂർവ്വമായിട്ട് നെഗറ്റീവായിട്ട് പറയുന്നതാണ്. എന്നാലും കുറച്ച് ഒഴിവാക്കാമായിരുന്ന കുറച്ച് സീൻസ് ഉണ്ടെങ്കിലും സിനിമ ഓവറോൾ സൂപ്പറാണ്. ഒരു ഫാമിലി എൻ്റർടൈനർ പോലെ ഇരുന്ന് കാണാവുന്ന സിനിമയാണ്. നല്ല AC തണുപ്പുണ്ടായിരുന്നു, ഉറങ്ങാൻ പറ്റി. പിന്നെ അവൻ ക്ലൈമാക്സ് ഉണ്ട്, അവൻ പറയും ബാക്കി. കുറച്ച് അടിയൊക്കെ ഉണ്ട്, അടിയും പിടിയൊക്കെ ഉണ്ട്. കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. കണ്ടുകൊണ്ടിരിക്കുക, ഒരു ആവറേജ് കുറച്ച് ഫൈറ്റും ഉണ്ട്, ക്ലൈമാക്സും കൊള്ളാം. എന്നാലും കൊള്ളാം. ഇല്ലായിരുന്നു, അങ്ങനെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ പടം നല്ല പടം. 3 മണിക്കൂർ ലെങ്ത് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ BGM മാത്രം ഇതായി കളഞ്ഞു, അതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം കുഴപ്പമില്ല. നല്ല വിജയ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആ VFX കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. എന്നാലും ഓവർ പടം നല്ലതായിരുന്നു. ഈ നല്ല പടത്തിന് ഭയങ്കര നെഗറ്റീവ് ആണല്ലോ. അതറിയത്തില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കൊടുത്ത പൈസ പോലെ ഞങ്ങളല്ലെങ്കിലും കുറച്ച് വിജയ് ഫാൻസും കൂടെയാണ്. അപ്പം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും വിജയ് ഫാൻസിന് മാത്രമുള്ള പടമാണോ? അല്ല, എല്ലാവർക്കും കാണാവുന്നതേ ഉള്ളൂ. പിന്നെ തമിഴ് സിനിമ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ടെസ്റ്റുകൾ കാണുമല്ലോ. കൊള്ളായിരുന്നു, അതെ ശരി, കൊള്ളായിരുന്നു. അല്ല, എനിക്ക് ഫസ്റ്റ് കൊള്ളായിരുന്നു, പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. ലാസ്റ്റ് മനസ്സിലാവാത്തതുകൊണ്ടാണോ? അല്ല, അതെന്ത് അവന്മാർ എങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, അത് മാത്രമേ ഉള്ളൂ. ബാക്കി നെഗറ്റീവ് ധാരണ വരുന്നുണ്ടല്ലോ, അതെങ്ങനെയുണ്ട്? വേറൊന്നും പറയാനില്ല, എനിക്ക് മാത്രമേ എനിക്കുള്ളൂ പറയാം. നല്ല മൂവി. എടുത്തു പറയാൻ എന്തെങ്കിലും അഭിപ്രായം എടുത്ത് പറയാൻ ഒരു നെഗറ്റീവ് റിവ്യൂ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഒരു 1 ടൈം വാച്ച് മൂവിയാണ്. നെഗറ്റീവായിട്ട് ഒന്നുമില്ല. ഇത്രയും നെഗറ്റീവ് പറയാനുള്ള ഒന്നുമില്ല അതിനകത്ത്. ഒരിക്കൽ ഒന്ന് വാച്ച് ചെയ്യാം, അത്രേ ഉള്ളൂ. വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ നോർമലായിട്ട് വന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു മൂവി.
ഇപ്പോൾ പടയുന്നുണ്ട് സൂപ്പർ. അടിപൊളിയായിരുന്നു. അവൾക്കുള്ള ലാസ്റ്റത്തെ സീന് മനസ്സിലായി. വിജയണ്ണ കൊള്ളാമോ? സൂപ്പർ. വിജയണ്ണ എങ്ങനെയുണ്ട്? വിജയൊക്കെ എങ്ങനെയുണ്ട്? വിജയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വിജയും പാട്ടും എങ്ങനെയുണ്ട്? സൂപ്പർ. നെഗറ്റീവ് റിവ്യൂ പറഞ്ഞല്ലോ, അത് കണ്ടിട്ട് അങ്ങനെയൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടു. നല്ലായിരുന്നു. മണിക്കൂർ ഉറങ്ങി എന്നൊക്കെ പലരും പറഞ്ഞു, അങ്ങനെ തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. ഇവിടെ എങ്ങനെയുണ്ട് കണ്ടിട്ട്? കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടായിരുന്നു. സോങ്സ് എങ്ങനെയുണ്ടായിരുന്നു? സോങ്സ് ഇടയ്ക്കൊരു സോങ് അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അല്ലാണ്ട് ബാക്കിയെല്ലാം കൊള്ളാം, കുഴപ്പമില്ല. അത്രയും ലെവൽ വന്നിട്ടില്ല, പക്ഷെ എല്ലാം നല്ല പടമാണ്, നമുക്ക് കാണുന്ന പടമാണ്. പക്ഷെ എല്ലാവരും മങ്കാത്തയായിട്ട് കമ്പയർ ചെയ്യുന്നത് വെങ്കപ്രഭു ആയതുകൊണ്ടേ മങ്കാത്ത പോലെ വന്നില്ലെന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കമ്പാരിസൺ വേണ്ട, ഇതിൽ തനിയെ പടമായിട്ട് എങ്ങനെ കാണാം. ലാസ്റ്റ് മാത്രമേ കുറച്ച് അതെ, ലാസ്റ്റ് ആക്ച്വലി ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തോ നടക്കുന്നത് അറിയാൻ പറ്റില്ല. വിജയുടെ അവസാന പടം എങ്ങനെയല്ലേ പറയുന്നത്, അതെ അതെ. അപ്പം അതാണ് അതിൻ്റെ ഒരു ഉണ്ട്. അത്രയ്ക്കൊന്നുമില്ല. ഹൈ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോയതുകൊണ്ടായിരിക്കും. പിന്നെ വിജയ് സിനിമ എല്ലാം വരുമ്പോഴത്തേക്കും ഒരു ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ മിക്കവാറും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ കയറും. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. കണ്ടിരിക്കാൻ കൊള്ളാം, സമയമൊക്കെ പോകും. ഇല്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ VFX കാര്യങ്ങളൊക്കെ വൻ ബോറാണ്, അല്ലാതെ പടം കുഴപ്പമില്ല. റിവ്യൂസ് കണ്ടാണോ വന്നത്? കണ്ടിട്ടാണ് വന്നത്. അപ്പം അതെല്ലാം നെഗറ്റീവായിരുന്നു കണ്ടത്. അപ്പോൾ അത് കണ്ടിട്ട് കണ്ടുകൊണ്ടായിരിക്കും വൺ ടൈം വാച്ചബിളാണ്, കുഴപ്പമില്ല.